ഉദ്ദേശേ ഇതെന്താ റാമ്പിൽ 2 എഞ്ചിനൊക്കെ ഏറ്റിച്ചിട്ട് എന്താ പരിപാടി? രണ്ടിന്റെ കൗണ്ടർ ഷാഫ്റ്റ് അടിച്ചു. കൗണ്ടർ ഷാഫ്റ്റ് ഏതൊക്കെ വണ്ടി? ഒരു എഫ്സി ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്. റാലി കിറ്റ് ആണുള്ളത്. റാലി കിറ്റിന്റെ കൗണ്ടർ ഷാഫ്റ്റ് അടിച്ചു പോയി. റാലി കിറ്റിന്റെ കൗണ്ടർ ഷാഫ്റ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വർക്ക് എക്സ്പൾസിന്റെ കിട്ടിയിട്ടുണ്ടാ? റാലി കിറ്റിന്റെ ഇത് വണ്ടി എത്ര കിലോമീറ്റർ ഓടി ഉണ്ടായിരുന്നു? 19 കിലോമീറ്റർ ആയിട്ട് മീറ്ററിലല്ലേ? 19 കിലോമീറ്ററിൽ കൗണ്ടർ ഷാഫ്റ്റ് അടിച്ചു വരാം. ഇപ്പൊ നമ്മുടെ റാലി കിറ്റിന് എത്ര കിലോമീറ്റർ ആയി മൊത്തം? 55 ആയില്ലേ? കൗണ്ടർ ഷാഫ്റ്റ് പോയിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പൊ എന്താ ഈ 19,000 കിലോമീറ്ററിൽ ഈ കൗണ്ടർ ഷാഫ്റ്റ് പോയേ? എല്ലാവരും ഒന്ന് ആലോചിക്ക്. 19,000 കിലോമീറ്ററിൽ കിരണേ ഈ റാലി കിറ്റിന്റെ കൗണ്ടർ ഷാഫ്റ്റ് പോയി. അബ്ദുള്ള ഒന്ന് നോട്ട് ചെയ്ത് നോക്കിയാ. നമ്മുടെ കയ്യിലുണ്ട് റാലി കിറ്റ്. അമ്മാരി പൊളിയാ വിളിക്കണ വണ്ടി ഇട്ടിട്ട് എന്തുകൊണ്ട് കൗണ്ടർ ഷാഫ്റ്റ് പോയില്ല? എൻ്റെ ചോദ്യം ഒരു ഉത്തരം തരാൻ പറ്റുമോ? നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എന്തുകൊണ്ട്? അബ്ദുള്ള ഒന്ന് പറഞ്ഞ എന്താണ് അതിന്റെ ആൻസർ? അതായത് സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയിന് പ്രോപ്പർ ആയിട്ട് എല്ലാ പ്രാവശ്യം അഡ്ജസ്റ്റ്മെന്റും അലൈൻമെന്റും കറക്റ്റ് ചെയ്താൽ ഇതുപോലത്തെ ഒരു പ്രശ്നവും വരത്തില്ല. നമ്മളെ വണ്ടി നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ഓവർടൈറ്റ് ചെയ്ത് ചോദിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കൗണ്ടർ ഷാഫ്റ്റിലല്ലേ ഫ്രിക്ഷൻ വരുള്ളൂ. കൗണ്ടർ ഷാഫ്റ്റിലും സ്പ്രോക്കറ്റ് ബെയറിങ്ങിലും ഫ്രിക്ഷൻ കൺഫേം ആണ്. അതല്ലേ ഇതിന് കാരണം. അതേപോലെ ചെയിൻ ഒരുപാട് കിലോമീറ്റർ, ഇപ്പോൾ ഒരു 18 കിലോമീറ്ററിന് മേളിൽ ഓടിയ ചെയിനിട്ട് പിന്നെയും ഓടിച്ചിട്ടുണ്ടെന്ന് എന്ത് പറ്റും? ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൈഡ് ടൈറ്റും ഒരു സൈഡ് ലൂസും വരും. സർവീസ് കറക്റ്റ് ആണെങ്കിൽ ഈ ഇഷ്യൂസ് ഉണ്ടാവില്ലല്ലോ. ഉറപ്പല്ലേ? നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? തുടക്കം മുതലേ നമ്മുടെ സർവീസിന് വണ്ടികളാണെങ്കിൽ 50 കിലോമീറ്റർ കൗണ്ടർ ഷാഫ്റ്റ് നമുക്ക് ഓടിച്ചു കാണിച്ചു കൊടുക്കാം അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഗ്യാരണ്ടി.